ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം. ശനിയാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. പൊറത്തിശ്ശേരി പുറത്തൂറച്ചിറ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത്. കനത്ത കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളൂപ്പറമ്പിൽ രാമൻ എന്നയാളുടെ വീടിന്റെ മുകളിലായി സ്ഥാപിച്ചിരുന്ന ട്രസ് പറന്നുപോയി. വാട്ടർ ടാങ്കും പാരപ്പറ്റുമെല്ലാം തകർന്നു. മണപ്പെട്ടി കമല ബാലകൃഷ്ണന്റെ വീടിന്റെ മുകളിലേക്ക് അടുത്ത വീട്ടിലെ മാവിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണ് ഓടിട്ട വീടിന്റെ അടുക്കളയും ഡൈനിങ് ഹാളും തകർന്നു. പോട്ടയിൽ മുരളിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ ചില്ല ഒടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീണ് ട്രസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി ജാതിമരങ്ങളും തേക്കുമരങ്ങളും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കാറ്റിൽ ഒടിഞ്ഞു വീണു. പുലർച്ചെ ഒരു 2 മണിക്ക്, ഏകദേശം 2 മണി സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റിൽ നമ്മുടെ വാർഡിൽ പൊറത്തിശ്ശേരി തച്ചപ്പള്ളി റോട്ടിൽ ഒരു 3 വീട്ടിലായിട്ട് ഗംഭീര മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റിൽ വീടിൻ്റെ ഷീറ്റ് താഴേക്ക് വീണു, വാട്ടർ ടാങ്ക് പൊളിഞ്ഞു. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ നശിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ വീടായാലും ഇപ്പോൾ മണപ്പെട്ടി പ്രേംസൻ്റെ വീട്, അവരുടെ വീട്ടിലിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മരം വീഴുകയും ചെയ്തു. മരം വീണ് കിച്ചൺ പോയി, ഹോളും അതെ മൊത്തം പോയി. വെള്ളം ഇപ്പോൾ ഉള്ളിലാണ്. പിന്നെ വരുന്നത് കോട്ടയിൽ മുരളീച്ചേട്ടൻ്റെ വീട്ടിൽ, അവിടെ അതെ ഷീറ്റുമ്മയ്ക്ക് മൊത്തം വീണിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്, ജാതി വീണിട്ടുണ്ട്. പിന്നെ ജോയി ഏട്ടൻ്റെ വീട്ടിലും വീണിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ. 2 മണി കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഉറക്ക, ഭയങ്കര ശബ്ദത്തോടുള്ള കാറ്റും മഴ ഇല്ല. അപ്പോൾ കാറ്റ് വന്ന് ഭയങ്കര ഒച്ചയും ഇതും. ഞാൻ എന്നിട്ട് എല്ലാം കൂടി എന്നിട്ട് മരം വീണിട്ടാണെന്ന് അറിയില്ലേ. പിന്നെ നേരം വെളുത്ത് വൈകുന്നേരം തന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ മരം വീണ്. പിന്നെ കറണ്ട് സർവീസ് വയർ പൊട്ടി അപ്പുറത്തെ വീട്ടിലെ മാവണം അത് ഒരു 2-3 കൊല്ലമായിട്ട് പറയുന്നത് അവരോട്. മുനിസിപ്പാലിറ്റി കംപ്ലൈൻ്റ് കൊടുത്തുള്ള 5 വീട്ടുകാർ അവർ മുറിച്ച് കളയാൻ പറഞ്ഞിട്ട് തെങ്ങുണ്ട് ഇനി വരണം. ഒരു തെങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട്, അതിപ്പോൾ അത് മുറിക്ക് വീണാൽ കമ്പി പൊട്ടി. അത് മുറിക്കാൻ അതും ഇനി എന്നാണ് വീണെന്ന് പറയാൻ പറ്റില്ല.